ഭരത്പൂർ രാജാവായിട്ടുള്ള സുരാജ് മാലിന്റെ പ്രധാന വിനോദം ആനവേട്ടയായിരുന്നു. ആനത്തെ കൊട്ടാരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ആയിരക്കണക്കിന് ആനക്കൊമ്പുകൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുക. അതായത് ഇതിനൊക്കെ വേണ്ടി എത്രമാത്രം ആനകൾ ആൾ കൊന്നിട്ടുണ്ടാവും, വേട്ടയാടിയിട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞു കടുവകളെ ഹണ്ട് ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള വൃത്തികെട്ട രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഇത്തരത്തില് ഭരത്പൂർ രാജാവിന്റെ ഒരു പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ആനവേട്ടയായിരുന്നു. മൈസൂർ കൊട്ടാരത്തിലോട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. 600 മുറികളാണ് അവിടെ ഉള്ളത്. അതിൽ 20 വളരെ വലിയ മുറികൾ കഴിഞ്ഞ 3 തലമുറയിലുള്ള രാജാക്കന്മാര് അവര് കൊന്നൊടുക്കിയിട്ടുള്ള, അവര് വേട്ടയാടിയിട്ടുള്ള വന്യമൃഗങ്ങളുടെ എല്ലുകളും അസ്ഥികളും കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് അത്രയും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പണ്ടത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ കാണുന്നേക്കാൾ ഒരുപാടധികം പ്രകൃതി സമ്പന്നമായിരുന്നു, ഒരുപാടധികം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. എന്നാൽ അന്നത്തെ രാജാക്കന്മാർ ഇതിനൊക്കെ എല്ലാം എങ്ങനെയായിരുന്നു ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിനൊക്കെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത് എന്നതിന് ഇതിനും കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും.